ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഓൺലൈൻ ക്ലാസ് കേൾക്കാൻ തയ്യാറായി ഇരിക്കുകയാണല്ലോ അല്ലേ? സന്തോഷം, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. കുറച്ച് നീണ്ട അവധിയൊക്കെ അല്ലേ കഴിഞ്ഞത്. സാഹചര്യം നമ്മളെ അങ്ങനെ വീട്ടിലിരുത്തി കുറേ അധികം നാൾ. ഏതായാലും നല്ല ഒരു പുതുവർഷം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ സ്കൂൾ വർഷം ഏറ്റവും നല്ല രീതിയിൽ ദൈവാനുഗ്രഹം ഉണ്ടാവാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഞാൻ നിങ്ങളുടെ മണി ടീച്ചറാണ് കേട്ടോ. നമ്മൾ മലയാളം ഓൺലൈൻ ആയിട്ട് ആദ്യമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മലയാളമല്ലേ, എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഓൺലൈൻ ക്ലാസ്സായിട്ട് ഈ മലയാളം പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് അത് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് പറഞ്ഞാൽ മതി. പക്ഷേ ഒരു വിഷമവും ഉണ്ടാവാതെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി തരുവാൻ ഞങ്ങൾ തയ്യാറാണ് കേട്ടോ. നന്നായി പറഞ്ഞു തരും. പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊള്ളണം. എല്ലാവരും ശ്രദ്ധ വേണം. ശ്രദ്ധയില്ലാതെ പഠിക്കാനിരിക്കരുത്. വെറുതെ ഓൺലൈൻ ക്ലാസ് അല്ലേ, കേട്ടാൽ മതി എന്നും പറഞ്ഞ് ഫോണും കൊണ്ട് നടന്ന് കേൾക്കാനൊന്നും ആരും ഇരിക്കരുത്. എവിടെയെങ്കിലും ഇരുന്ന് സ്വസ്ഥമായുള്ള പഠനത്തിനുള്ള സാമഗ്രികളൊക്കെ എടുത്ത് വെച്ച് വേണം പഠിക്കാൻ തുടങ്ങാൻ. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പാഠഭാഗം ഏതായാലും നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ സ്ക്രീനിൽ ഉണ്ടാവും. അതിൽ നോക്കി ഒരക്ഷരത്തെറ്റ് പോലും ഇല്ലാതെ വായിക്കാൻ പഠിക്കണം, എഴുതാൻ പഠിക്കണം. പിന്നെ 4 വരി കാണാതെയും പഠിക്കണം നിങ്ങൾക്ക് കേട്ടോ. 6ാം ക്ലാസ്സിലുമൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് പഠിക്കുക. വളരെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും കേട്ടോ. വളരെ നല്ല പോസിറ്റീവ് എനർജിയോടുകൂടി പഠിക്കാൻ മനസ്സായിട്ട് തയ്യാറായിട്ട് എല്ലാവരും ഇരിക്കണം. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് അങ്ങ് പ്രവേശിക്കാം അല്ലേ? ഒന്നാമത്തെ പാഠം പ്രഭാതഗീതം. എങ്ങനെ പറയും? പ്രഭാതഗീതം. ഭായാണ് കേട്ടോ. പലരും ഭായ്ക്ക് പകരം ബ പറയാറുണ്ട്. അത് തെറ്റാണ്. ഭ എന്ന് പറയുമ്പോൾ നമ്മുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും തമ്മിൽ കൂട്ടിമുട്ടും. അങ്ങനെ പറഞ്ഞു നോക്കണേ. പ്രഭാതഗീതം. പാഠം 1 പ്രഭാതഗീതം. ഇനി ഒന്ന് നോക്കിക്കേ, ഈ പ്രഭാതഗീതം എഴുതിയിരിക്കുന്നത് ആരാണെന്ന് ആ പാഠഭാഗത്തിൻ്റെ ഏറ്റവും താഴെയുണ്ട് കേട്ടോ. പ്രഭാതഗീതം എഴുതിയിരിക്കുന്നത് വള്ളത്തോൾ നാരായണമേനോൻ ആണ്. ആരാണ്? വള്ളത്തോൾ നാരായണമേനോനാണ് പ്രഭാതഗീതം എന്ന കവിത എഴുതിയിരിക്കുന്നത്. വള്ളത്തോൾ നാരായണമേനോൻ, അദ്ദേഹത്തെ ചുരുക്കത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വള്ളത്തോൾ അല്ലേ? വള്ളത്തോൾ എന്ന് പറഞ്ഞാലും നമുക്കറിയാം ആരാണത്. വള്ളത്തോൾ നാരായണമേനോനാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അറിയത്തില്ലെങ്കിൽ അറിഞ്ഞുകൊള്ളണം ഇനി മുതൽ കേട്ടോ. അപ്പോൾ ഈ വള്ളത്തോളിൻ്റെ കവിതകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കൊച്ചു ക്ലാസ്സിൽ തൊട്ട്. ഈ വലിയ കവികളൊക്കെ ചെറിയ കവിതകൾ തൊട്ട് എല്ലാ തരത്തിലുള്ള കവിതകളും രചിക്കും. വലിയവർക്കേ ചെറിയവരുടെയും മനസ്സറിയുള്ളൂ അല്ലേ? അങ്ങനെയുള്ളവർക്കല്ലേ ചെറിയ കുട്ടികൾക്ക് വേണ്ടി വരെ കവിത എഴുതാൻ സാധിക്കുന്നത്. അപ്പോൾ മഹാകവി വള്ളത്തോളിൻ്റെ കവിതകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടാവാം അല്ലേ? മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മയെന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. ഇത് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന് ഓർമ്മിച്ച് നോക്കി. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മ എന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. ഈ വരികളൊക്കെ ആരെങ്കിലും മറക്കുമോ പഠിച്ചിട്ടുണ്ടെങ്കിൽ? അല്ലേ? ഈ വരികളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആ കവിയെ ഓർത്തു പോകും. അതേപോലെ ഈ വള്ളത്തോൾ വളരെ 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 വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ കവിതയ്ക്ക് വിഷയമാക്കിയിട്ടുള്ള ആളാണ്. ആധുനിക കവിത്രയത്തിൽ ഒരാളാണ് വള്ളത്തോൾ. ആരാണ്?
ആധുനിക കവിത്രയത്തിൽ ഒരാളാണ് വള്ളത്തോൾ. ആധുനിക കവിത്രയം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരൊക്കെയാണ്? ആധുനിക കവിത്രയം എന്ന് പറഞ്ഞാൽ കുമാരനാശാനുണ്ട്, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഉണ്ട്, വള്ളത്തോൾ നാരായണ മേനോൻ ഉണ്ട്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അതാ പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, എളുപ്പത്തിന് വേണ്ടി. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഒരു ചെറിയ ഒരു ട്യൂണിൽ അങ്ങ് പാടി നോക്കിയാൽ മതി, പറഞ്ഞു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആധുനിക കവിത്രയം, കവിത്രയം എന്നേ പറയാവുള്ളൂ കേട്ടോ, കവിത്രയങ്ങളെന്ന് പറയുകയും ചെയ്യരുത്. അപ്പോൾ ആധുനിക കവിത്രയം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഈ ഉള്ളൂരിൻ്റെ മുഴുവൻ പേര്, ആശാൻ എന്ന് പറഞ്ഞാൽ ആരാ? കുമാരനാശാൻ. ഉള്ളൂരോ? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. വള്ളത്തോൾ നാരായണ മേനോൻ. ഈ 3 പേരെയും ചേർത്തിട്ട് നമ്മൾ ആധുനിക കവിത്രയം എന്ന് പറയുന്നു. ഇവർ സമകാലികരാണ്, ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്നവരാണ്. ഇവർ എല്ലാവരും മഹാകവി എന്നാണ് അറിയപ്പെടുന്നത് 3 പേരെയും. ഇതിൽ മഹാകാവ്യം എഴുതാതെ മഹാകവിയായ ആൾ ആരാന്ന് നിങ്ങൾക്കറിയാവോ? ഈ 3 പേരും മഹാകവി. കുമാരനാശാൻ മഹാകവി, ഉള്ളൂർ മഹാകവി, വള്ളത്തോൾ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരാളും മഹാകാവ്യം എഴുതിയിട്ടില്ല. ആരാണ് മഹാകാവ്യം എഴുതാതിരുന്നത്? കുമാരനാശാനാണ് കേട്ടോ. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ ആളാണ് കുമാരനാശാൻ. നമുക്ക് പഠിക്കാനുള്ള കവിത എഴുതിയത് വള്ളത്തോളല്ലേ. വള്ളത്തോളിനൊരു മഹാകാവ്യമുണ്ട്. വള്ളത്തോളിൻ്റെ മഹാകാവ്യത്തിൻ്റെ പേര് പറയാവോ? വള്ളത്തോളിൻ്റെ മഹാകാവ്യത്തിൻ്റെ പേര് ചിത്രയോഗം. ഇപ്പം വള്ളത്തോളിൻ്റെ മഹാകാവ്യം ഏതാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഉള്ളൂർ എഴുതിയ മഹാകാവ്യത്തിൻ്റെ പേരും കൂടി പഠിച്ചോളൂ. നിങ്ങളുടെ കയ്യിൽ ബുക്കും പേനയും ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ആദ്യത്തെ ക്ലാസ്സിൽ ഇതെല്ലാം പറഞ്ഞു തന്നത് കൊണ്ടാണ് ഞാനിന്നത് പറയാഞ്ഞത്. മലയാളം ക്ലാസ് ഇന്നാണ് തുടങ്ങുന്നത് എങ്കിലും ഇന്നലത്തെ ക്ലാസ്സിൽ നിങ്ങളിതൊക്കെ മനസ്സിലാക്കിയതാണല്ലോ. നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ ബുക്ക് നിങ്ങളുടെ കയ്യിൽ വേണം, പേന വേണം, അതേപോലെ നോട്ടൊക്കെ തരുന്ന നോട്ടുകളൊക്കെ എഴുതി സൂക്ഷിക്കണം. എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സിനെ സ്കൂളിൽ വരുമ്പോൾ ബുക്ക് സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം. അതിനോടൊപ്പം നിങ്ങളിപ്പോൾ പഠിക്കാനിരിക്കുമ്പം ഏതെങ്കിലും ഒരു ബുക്ക്, നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് കയ്യിൽ വെച്ചോളുക. ആ വെച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് എഴുതിയെടുത്ത് പഠിച്ചുകൊള്ളണം. പിന്നീട് വീട്ടിലിരുന്ന് സാവകാശം നോട്ട്ബുക്കിലേക്ക് എഴുതിയാലും മതി. കിട്ടുന്ന അത്രയും കാര്യങ്ങൾ നോട്ട്ബുക്കിൽ തന്നെ എന്നിട്ട് എഴുതി ശേഖരിച്ച് വെച്ചുകൊള്ളുക. നമ്മൾ പറയാൻ വന്നത് ആരെക്കുറിച്ചാണ്? ആധുനിക കവിത്രയം. ആധുനിക കവിത്രയത്തിലെ വള്ളത്തോളിനെ കുറിച്ചാണ്. വള്ളത്തോളിൻ്റെ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വള്ളത്തോളിൻ്റെ മഹാകാവ്യം നമ്മൾ കേട്ടു. എന്താണ് മഹാകാവ്യത്തിൻ്റെ പേര്? ചിത്രയോഗം. ഇനി വള്ളത്തോൾ ധാരാളം ഖണ്ഡകാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. പക്ഷേ 2-3 പേര് മാത്രം വേണമെങ്കിൽ പറയാം. ശിഷ്യനും മകനും, കൊച്ചു സീത, അച്ഛനും മകളും, ബധിരവിലാപം, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ഇങ്ങനെ ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇനി വള്ളത്തോളിൻ്റെ മറ്റൊരു പ്രധാന കൃതിയാണ് സാഹിത്യമഞ്ജരി. സാഹിത്യമഞ്ജരി 4ാം ഭാഗത്തു നിന്നും എടുത്തിട്ടുള്ള ഒരു കവിതയാണ് നിങ്ങൾക്കിപ്പോൾ പഠിക്കാനുള്ള പ്രഭാതഗീതം. മനസ്സിലായോ? സാഹിത്യമഞ്ജരി 4ാം ഭാഗത്തു നിന്നും എടുത്തിട്ടുള്ള ഒരു കവിതയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സാഹിത്യമഞ്ജരി. ഇത് സാഹിത്യമഞ്ജരി 4ാം ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ള ഒരു കവിതയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രഭാതഗീതം. കേട്ടല്ലോ? അപ്പോൾ വള്ളത്തോളിനെ കുറിച്ച് അത്യാവശ്യം എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? വള്ളത്തോൾ ആരാണ്? ആധുനിക കവിത്രയത്തിൽപ്പെടുന്ന ഒരു കവിയാണ്. അദ്ദേഹം നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റേതായി ഒരു മഹാകാവ്യവും ഉണ്ട്. ഇനി ഈ വള്ളത്തോൾ വലിയ ദേശഭക്തി ഗാനങ്ങൾ രചിച്ച ആളുമായിരുന്നു കേട്ടോ. ദേശഭക്തി ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റേതായി നിരവധിയുണ്ട്. സ്വാതന്ത്ര്യ സമരമൊക്കെ നടന്ന സമയത്ത് വാളെടുക്കാതെയും, അതായത് ആയുധം എടുക്കാതെ തൂലിക പടവാളാക്കിയ കവികളിൽ ഒരാളാണ് വള്ളത്തോൾ. അദ്ദേഹത്തിൻ്റെ വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടോണേ. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം,
കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. കേട്ടിട്ടുണ്ടോ? പത്രം ഭാരതമെന്ന് പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. നമ്മളുടെ മനസ്സ് അഭിമാനത്താൽ അഭിമാനം കൊണ്ട് നിറയണം. അതേപോലെ കേരളം, നമ്മൾ വസിക്കുന്ന ഈ കേരളം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചോര തിളയ്ക്കണം. അതായത് നമ്മളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുവാൻ ഏറ്റവും ശക്തമായി മുന്നോട്ട് വരുവാനുള്ള ആഹ്വാനമാണത്. ആ വരികളുടെയൊക്കെ ശക്തി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വളരെ വലുതായിരുന്നു. ശരിക്കും സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങുന്ന മുന്നണി പോരാളികൾക്ക് സമരവീര്യം പകർന്ന വരികളായിരുന്നു അത്. അതുകൊണ്ട് ഒരു ദേശഭക്തി നിഴലിച്ച് നിൽക്കുന്ന ധാരാളം കവിതകൾ രചിച്ച വള്ളത്തോളിനെ ശബ്ദസുന്ദരൻ എന്നുകൂടി അറിയപ്പെടുന്നു. ഈ ആധുനിക കവിത്രയത്തിലെ 3 പേരെയും അങ്ങനെ ഓരോരോ അവരുടേതായ പ്രത്യേകതകൾ കൊണ്ട് നമ്മളിങ്ങനെ ഓരോ ചൊല്ലുകൾ പറഞ്ഞ് അവരെ അറിയപ്പെടുന്നുണ്ട്. അപ്പം അത് പഠിക്കാൻ എളുപ്പത്തിന് നമ്മളിങ്ങനെ പറയും: ആശാനാശയ ഗംഭീരൻ. പറ്റുമെങ്കിൽ എഴുതിക്കോളൂ. ആശാനാശയ ഗംഭീരൻ. എഴുതിയ ഉള്ളൂരുജ്വല ശബ്ദാഢ്യൻ വള്ളത്തോൾ ശബ്ദസുന്ദരൻ. അപ്പം നമ്മുടെ കവിത്രയത്തിലെ 3 പേരും അവരവരുടേതായ പ്രത്യേകത കൊണ്ട് മലയാളമുള്ളിടത്തോളം കാലം മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. അവരുടെ ഓരോ പ്രധാന പ്രത്യേകതകളാണ് ഈ എടുത്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ആശാൻ ആശയഗംഭീരനാണെങ്കിൽ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യനാണ്. വള്ളത്തോളാണെങ്കിൽ ശബ്ദസുന്ദരനാണ്. ശബ്ദ സൗന്ദര്യത്തോടു കൂടി കവിതകൾ രചിക്കുന്ന മഹാനായ കവിയാണ് വള്ളത്തോൾ. ഈ വള്ളത്തോളിൻ്റെ പ്രഭാതഗീതം എന്ന കവിത ഏത് കൃതിയിൽ നിന്നും എടുത്തതാണെന്നാണ് ഞാൻ പറഞ്ഞത്? ഏത് കൃതിയിൽ നിന്നും എടുത്ത കവിതയാണിത്? പറഞ്ഞേ. സാഹിത്യമഞ്ജരി 4-ാം ഭാഗത്തു നിന്നും എടുത്തിട്ടുള്ള കവിതയാണ് പ്രഭാതഗീതം. പ്രഭാതഗീതം എന്ന കവിത പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എന്തിനെയാണ് വന്ദിക്കുന്നത്. പ്രഭാതത്തിൽ നമ്മളെല്ലാവരും പ്രഭാതത്തിൽ ആരെ സ്തുതിക്കാറുണ്ട്? ഈശ്വരനെ സ്തുതിക്കാറുണ്ട്, ഇല്ലേ? നമ്മളെ ഇത്രകാലവും സംരക്ഷിച്ച് നമ്മളെ ഇന്നും സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്ന ആ അദൃശ്യ ശക്തി എന്ന് പറഞ്ഞാൽ കാണപ്പെടാനാവാത്ത ഒരു ശക്തി, ഏതോ ഒരു ശക്തി നമ്മെ നിയന്ത്രിക്കുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു പരാശക്തിക്ക് കൈകൾ കൂപ്പുന്ന ഒരു പ്രാർത്ഥനയാണ് വള്ളത്തോളിൻ്റെ പ്രഭാതഗീതം. അതിൽ പ്രഭാതത്തെ തന്നെ കവി വർണ്ണിക്കുന്നു. പ്രഭാതത്തെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. പ്രഭാതം എന്താണ്, എങ്ങനെയാണ് പ്രഭാതം നമുക്ക് വേണ്ടി എങ്ങനെയാണ് അണിഞ്ഞൊരുങ്ങുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയൊരു പ്രഭാതം, ഇങ്ങനെയൊരു ലോകം നമുക്കായി നൽകിയിരിക്കുന്ന സാക്ഷാൽ പരാശക്തിയെ 2 കൈയും കൂപ്പി വണങ്ങുന്നതാണ് പ്രഭാതഗീതം എന്ന കവിതയിലെ പ്രമേയം. മനസ്സിലായോ? നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഈ പാഠഭാഗം ഒന്ന് വായിക്കാം. നിങ്ങൾ പുസ്തകത്തിൽ ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കണം. ചിക്കന്നുണർന്നെഴുന്നേറ്റുഷസ്സെന്നവൾ ശുക്രനാം കൈവിളക്കേന്തിയെത്തി നാനാവിഹംഗമനാദമാം കങ്കണക്വാണമോടംബരശാലയിങ്കൽ ഇന്നലെ രാവുപയോഗിച്ച പൂക്കളാകുന്ന താരങ്ങൾ അടിച്ചുവാരി താവൽ കസ്തൂരിച്ചാറാക്കിയ വാർത്തിങ്കൾ തൂവെള്ളിക്കിണ്ണവും ദൂരെ മാറ്റി വെൺകുളിർ നീരാൽ തളിച്ചു പുരോഭുവി കുങ്കുമലേപവും ആചരിച്ചാൾ. ഇതാ ഭാഗം നിങ്ങൾ വായിക്കാൻ പഠിച്ചോ? ഇല്ല, ഒന്നുകൂടി ഞാൻ വായിക്കാമേ. ചിക്കന്നുണർന്നെഴുന്നേറ്റുഷസ്സെന്നവൾ
ശുക്രനാം കൈവിളക്കേന്തിയെത്തി നാനാവിഹംഗമനാദമാം കങ്കണക്വാണമോടംബരശാലയിങ്കൽ ഇന്നലെ രാവുപയോഗിച്ച പൂക്കളാകുന്ന താരങ്ങളടിച്ചു വാരി താവൽ കസ്തൂരിച്ചാറാക്കിയ വാർതിങ്കൾ തൂവെള്ളിക്കിണ്ണവും ദൂരെ മാറ്റി വെൺകുളിർ നീരാൽ തളിച്ചു പുരോഭുവി കുങ്കുമലേപവും ആചരിച്ചാൾ. ഇത്രയും ഭാഗം നമുക്കിന്ന് നോക്കാം. ചിക്കന്നുണർന്നെഴുന്നേറ്റ് ഉഷസ് എന്നവൾ. ആരാ? ഉഷസ്. ഉഷസ് എന്താ ചെയ്തത്? ചിക്കന്ന് ഉണർന്നെഴുന്നേറ്റു. അപ്പോൾ ഉഷസ് എന്ന് പറഞ്ഞാൽ പ്രഭാതം. ഇവിടെ പ്രഭാതത്തെ ഒരു പെൺകുട്ടിയായിട്ടാണ് കവി കൽപ്പിക്കുന്നത്. ഉഷസ് എന്നവൾ. ഉഷസ് പ്രഭാതം, പ്രഭാതമാകുന്ന ആ പെൺകുട്ടി. ചിക്കന്ന്. ചിക്കന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ചിക്കന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ചിക്കന്ന് ഉണർന്നെഴുന്നേറ്റു. അതായത് നമ്മളൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നത് പോലെ അല്ലേ? പെട്ടെന്ന് പ്രഭാതമാകുന്ന കന്യക ഉണർന്നെഴുന്നേറ്റു. എന്നിട്ടോ ശുക്രനാം കൈവിളക്കേന്തിയെത്തി. ശുക്രനാം കൈവിളക്ക്. അവളുടെ കയ്യിൽ ഒരു വിളക്കുണ്ട്. പ്രഭാതം പൊട്ടി വിടരുന്നതേ ഉള്ളൂ. അതായത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. ഈ സമയം ഈ പെൺകുട്ടി ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചം കാണുവാനായി കയ്യിലൊരു റാന്തൽ വിളക്ക് പോലൊരു വിളക്ക്, നമ്മൾ റാന്തൽ വിളക്കെന്നൊക്കെ പറയും പണ്ട്, അതേപോലെ ഒരു വിളക്ക് ഇവളുടെ കയ്യിലുണ്ട്. ആരുടെ കയ്യിലാണ്? പ്രഭാതമാകുന്ന കന്യകയുടെ കയ്യിൽ ഒരു വിളക്ക്, കൈവിളക്ക്, കയ്യിൽ പിടിക്കുന്ന വിളക്ക്. അങ്ങനെയാണ് കൈവിളക്കിനെ വിഗ്രഹിക്കുന്നത്. കയ്യിൽ പിടിക്കുന്ന ഒരു വിളക്കുമൊക്കെ ആയിട്ടാണ് മുന്നോട്ട് വരുന്നത്. എവിടെയാണ് വരുന്നതെന്ന് ഇപ്പോൾ പറയാം. ശുക്രനാകുന്ന ശുക്രനക്ഷത്രമാണ് ഉദ്ദേശിക്കുന്നത്. ശുക്രനക്ഷത്രമാകുന്ന കൈവിളക്ക്, പ്രഭാതത്തിൽ കാണാൻ പറ്റുന്ന ആ നക്ഷത്രം, അതാണ് ഇവിടെ കൈവിളക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രഭാതത്തിൽ ആകാശത്ത് കാണപ്പെടുന്ന ആ ശുക്രനക്ഷത്രമാകുന്ന കൈവിളക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് ഉഷസ്, പ്രഭാതം. ഉഷസ് എന്ന് പറഞ്ഞാൽ പ്രഭാതം. പ്രഭാതമാകുന്ന കന്യക പെട്ടെന്നുണർന്നെഴുന്നേറ്റു. അപ്പം നമ്മൾ കണ്ടു, നമ്മുടെ മനസ്സിൽ ഇത് വരണം. ഈ ഒരു ദൃശ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രഭാതമാകുന്ന കന്യക നിങ്ങളുടെയൊക്കെ മനസ്സിൽ വേണം കേട്ടോ. പ്രഭാതമാകുന്ന കന്യക വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ശുക്രനക്ഷത്രമാകുന്ന ഒരു കൈവിളക്കും പിടിച്ച് ദാ വരുന്നു. എങ്ങോട്ട് വരുന്നു നോക്കിയേ. നാനാവിഹംഗമനാദമം കങ്കണക്വാണമോടംബരശാലയിങ്കൽ. വാക്കുകൾ ബുദ്ധിമുട്ടണ്ട. നോക്കിക്കോ ഏതൊക്കെയാണ് വാക്കുകൾ. നാനാ എന്ന് പറഞ്ഞാൽ നാനാതരത്തിലുള്ളത്, നാനാവിധത്തിലുള്ളതെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. നാനാ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള. വിഹംഗമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ കയ്യിൽ ബുക്കുണ്ടാവുമല്ലോ. ബുക്കൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ തനിയെ എഴുതിക്കൊള്ളുക, ഒരു കുഴപ്പവുമില്ല. അക്ഷരമൊന്നും തെറ്റത്തില്ല, പുസ്തകത്തിൽ അക്ഷരമുണ്ട്. വിഹംഗമം എന്ന് പറഞ്ഞാൽ പക്ഷിയുടെ പര്യായം അറിയാവോ? ഖഗമുണ്ട്, വിഹഗമുണ്ട്, വിഹംഗമം ഉണ്ട്. നോട്ടൊക്കെ പിന്നാലെ തരും കേട്ടോ. ഇപ്പോഴെന്നാലും പഠിച്ചു പോകാം. നാനാ വിഹംഗമനാദം. വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കാറുണ്ടോ എല്ലാവരും? എഴുന്നേൽക്കാറുണ്ടെങ്കിൽ ശാന്തമായ ആ അന്തരീക്ഷത്തിൽ പുറത്തേക്കെത്തി നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി നമ്മളൊന്ന് കിളികൾ ചിലയ്ക്കുന്നത് കേൾക്കാൻ സാധിക്കുമോ എന്ന് വളരെ ശ്രദ്ധയോടുകൂടി ശ്രമിച്ചൊന്ന് നോക്കിക്കുക. അപ്പോഴറിയാം പലതരത്തിലുള്ള കിളികൾ ചിലയ്ക്കുന്നത്. രാവിലെ നേരം വെളുത്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ കിളികളുടെ ചിലപ്പൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇവിടെ കങ്കണക്വാണമോടെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാനാ വിഹംഗമ നാദമാം കങ്കണക്വാണം, നാദമാകുന്ന കങ്കണക്വാണം എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയാണ്? അമ്പരശാലയിങ്കലാണ്. ഈ പ്രഭാതകന്യക ഉണർന്നെഴുന്നേൽക്കുന്നത് അമ്പരശാലയിങ്കലാണ്.
അവിടേക്ക് കൈവിളക്കുമായിട്ട് വരുന്ന പ്രഭാതകന്യകയുണ്ടല്ലോ, അവളുടെ കങ്കണക്വാണം, ഈ വിളക്കുമേന്തി ഇങ്ങനെ നടന്നു വരുമ്പോൾ അവളുടെ കൈകളിൽ വളകൾ അണിഞ്ഞിട്ടുണ്ട്. കങ്കണം എന്ന് പറഞ്ഞാൽ വള, കങ്കണം, കടകം, ഇതൊക്കെ വളയുടെ പര്യായമാണ്. കങ്കണം, കടകം, വലയം, ഇതൊക്കെ വളയുടെ പര്യായമാണ്. അപ്പോൾ കങ്കണക്വാണം എന്ന് പറഞ്ഞാൽ വളകിലുക്കമാണ്. കങ്കണക്വാണം എന്ന് പറഞ്ഞാൽ വളകിലുക്കമാണ്. ആ വളകിലുക്കത്തോടുകൂടി അമ്പരശാലയെങ്കിൽ, ശരിക്കും എവിടെയാണ് ഈ പ്രഭാതകന്യക വന്നിരിക്കുന്നത്? അമ്പരശാലയെങ്കിലാണ്. അമ്പരം എന്ന് പറഞ്ഞാൽ, അമ്പരത്തിന് രണ്ടർത്ഥമുണ്ട്. ഇവിടെ അമ്പരശാല എന്ന് പറയുന്നത് ആകാശദേശമാണ്, ആകാശത്തിൻ്റെ തിരുമുറ്റമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമ്പരം എന്നുള്ളതിന് ഇവിടെ ഈ കവിതയിൽ ഇവിടെ അർത്ഥം ആകാശം എന്നാണ്. എന്നാൽ അമ്പരത്തിന് രണ്ടർത്ഥമുണ്ട്. ഏതൊക്കെയാണ് ആ അർത്ഥങ്ങൾ? അമ്പരത്തിനുള്ള രണ്ടർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ആകാശവും വസ്ത്രവും. ആകാശവും വസ്ത്രവും. ഇവിടെ അമ്പരത്തിൻ്റെ അർത്ഥം ആകാശമെന്നാണ്. നാനാ വിഹംഗമ നാദമാം കങ്കണക്വാണം. അപ്പോൾ ഇവിടെ വെറുതെ വാക്കുകൾക്ക് മാത്രം അർത്ഥം നോക്കിയിരുന്നാൽ അത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഒന്നുകൂടി നോക്കിയുള്ളൂ. ചിക്കന്നുണർന്നെഴുന്നേറ്റുഷസ്സെന്നവൾ ശുക്രനാം കൈവിളക്കേന്തിയെത്തി, നാനാ വിഹംഗമനാദമാം കങ്കണക്വാണമോട് അമ്പരശാലയിങ്കൽ. അപ്പോൾ ഇനി നിങ്ങൾ ഇങ്ങനെ ആശയം മനസ്സിലാക്കിക്കൊള്ളണം. പ്രഭാതകന്യക ബ്രഹ്മാണ്ഡമാകുന്ന അല്ലെങ്കിൽ ആകാശത്തിൻ്റെ തിരുമുറ്റത്തേക്ക് എത്തി വരികയാണ്. രാവിലെ എങ്ങനെയാണ് അവൾ ഉണർന്നെഴുന്നേൽക്കുന്നത്? ചിക്കന്നുണർന്നെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണർന്നെഴുന്നേറ്റു. അതായത് അമ്പരശാലയാകുന്ന ബ്രഹ്മാണ്ഡ ഹർമ്മ്യത്തിൻ്റെ തിരുമുറ്റമടിക്കാനെത്തുന്ന ഒരു പെണ്ണായിട്ടാണ് കവി ഉഷസ്സിനെ കാണുന്നത്. അമ്പരശാലയാകുന്ന ബ്രഹ്മാണ്ഡ ഹർമ്മ്യം, അതായത് ഈ ലോകത്തെ ഒരു വലിയ മാളികയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ വലിയ മാളികയുടെ തിരുമുറ്റമടിക്കുവാനെത്തുന്ന ഒരു പെണ്ണായിട്ടാണ് കവി ഉഷസ്സിനെ കാണുന്നത്. അവർ പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റ് വരികയാണ്. അതാണ് ചിക്കന്നുണർന്നെഴുന്നേറ്റു എന്ന് പറഞ്ഞതിൻ്റെ സാരം. ഇവിടെ പ്രഭാതമാകുന്ന കന്യക രാവിലെ വെളുപ്പാങ്കാലത്ത് തന്നെ എഴുന്നേറ്റ് ആകാശത്തിൻ്റെ അല്ലെങ്കിൽ ആകാശഗോപുരത്തിൻ്റെ തിരുമുറ്റം അടിച്ചു വാരി വൃത്തിയാക്കാൻ ശ്രമിക്കുന്നു. സാധാരണ നമ്മുടെയൊക്കെ വീടുകളിലാണെങ്കിലോ പെൺകുട്ടികൾ എഴുന്നേറ്റ് രാവിലെ എന്താ ചെയ്യുന്നത്? ഇപ്പം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പണ്ടൊക്കെയുള്ള വീടുകളിൽ അല്ലെങ്കിൽ അച്ഛനമ്മമാരോടോ അവരുടെ അച്ഛനമ്മമാരുണ്ട്, അവരോട് ചോദിച്ചാൽ അത് മനസ്സിലാകും. രാവിലെ പെൺകുട്ടികൾ എഴുന്നേറ്റ് മുറ്റം തൂത്ത് തളിച്ച് വൃത്തിയാക്കി ആണ് രാവിലെ അവരുടെ ജോലി തുടങ്ങുന്നത്. അതാണ് ഒരു കുലീനയായ ഒരു പെൺകുട്ടിയുടെ കുടുംബത്ത് അവൾ ആദ്യം ചെയ്യുന്ന ജോലി. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ മുറ്റം തൂക്കണം, തളിക്കണം. ഇന്നിപ്പോൾ ആ സാഹചര്യമൊക്കെ പോയി. മുറ്റം തൂക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിലേക്ക് എല്ലാ വീടുകളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോട്ടെ, നമുക്കെന്തായാലും സാധാരണ ഒരു കുടുംബമായിട്ട് ഈ പ്രപഞ്ചത്തെ തന്നെ കാണുക. അങ്ങനെയാണ് എങ്കിൽ ഈ പ്രപഞ്ചമാകുന്ന അല്ലെങ്കിൽ ലോകത്തെ അല്ലെങ്കിൽ ആകാശം ഒന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ, ആകാശമാകുന്ന ഗോപുരത്തിൻ്റെ തിരുമുറ്റം അടിച്ചു വാരി വൃത്തിയാക്കാൻ ഒരു പെൺകുട്ടി വന്നു. ആരാണ് ആ പെൺകുട്ടി? ഉഷസ് അല്ലേ, പ്രഭാത കന്യക. പ്രഭാത കന്യക എങ്ങനെയാണ് ഉണർന്നെഴുന്നേറ്റത്? ചിക്കെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലേ, പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റു. എന്നിട്ടോ കയ്യിലൊരു വിളക്ക്, വെട്ടമില്ല, ചെറിയ വെളിച്ചം വേണം. അതിനവൾ കയ്യിലൊരു വിളക്ക് പിടിച്ചു. ആ വിളക്ക് ആരാണ്? ശുക്രനക്ഷത്രമാണ്. ശുക്രനക്ഷത്രമാകുന്ന കൈവിളക്കും ഏന്തിക്കൊണ്ട് അവൾ ആകാശത്തിൻ്റെ മുറ്റം, ആകാശഗോപുരത്തിൻ്റെ മുറ്റം വൃത്തിയാക്കാൻ വരികയാണ്. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ദൃശ്യം നിങ്ങളുടെ മനസ്സിൽ വേണം. കയ്യിൽ വളകളൊക്കെ നിറയെ ഇട്ടിട്ടുണ്ട് ഈ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ കയ്യിലെ വളകൾ അനങ്ങാതിരിക്കുമോ? വിളക്കൊക്കെ പിടിച്ചിങ്ങനെ മുറ്റം തൂക്കാനായിട്ട് വരുമ്പം ഇല്ലല്ലോ. ആ വളകളിങ്ങനെ കിലുങ്ങി. വളകിലുക്കം എന്നുള്ള വാക്ക് ഏതാ ഇതിനകത്ത്? കങ്കണക്വാണം.
കങ്കണം എന്ന് പറഞ്ഞാൽ വള, കോണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കിലുക്കമാണ് ഉദ്ദേശിക്കുന്ന ശബ്ദം. അപ്പം കൈവളകൾ കിലുങ്ങുന്നുണ്ട്. ആ ശബ്ദത്തോടു കൂടി കൈവളകളൊക്കെ കിലുക്കിയാണ് ഈ പെൺകുട്ടി മുറ്റമടിച്ച് വൃത്തിയാക്കാൻ വരുന്നത്. ഇനി നമുക്ക് ഭൂമിയിലിരുന്നാൽ നമ്മൾക്ക് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുന്നത്? ഭൂമിയിൽ ഈ പ്രഭാതം പൊട്ടിവിടരുന്നത് നമ്മൾ അറിയണ്ടേ? അപ്പം നേരം വെളുപ്പാങ്കാലത്ത് തന്നെ, നേരം വെളുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് കേൾക്കാൻ പറ്റും? പക്ഷികൾ ചിലയ്ക്കുന്നത് കേൾക്കാൻ പറ്റും. രാത്രിയൊക്കെ ശാന്തമായിട്ടിരുന്നിട്ട് നേരം വെളുപ്പാങ്കാലം അല്ലേ, സൂര്യൻ്റെ രശ്മികൾ എവിടെയെങ്കിലും കാണുമ്പോഴേക്ക് പതുക്കെ സന്തോഷത്തോടു കൂടി നമ്മുടെ കിളികളെല്ലാം കൂടി ചിലയ്ക്കുന്നത് കേൾക്കാം. ആ കിളികളുടെ ചിലയ്ക്കൽ സത്യത്തിൽ എന്താണെന്നാണ് കവി പറയുന്നത്? നമ്മൾ കിളികളുടെ ചിലയ്ക്കൽ കേൾക്കുന്നില്ലേ? ആ ചിലയ്ക്കൽ എന്ന് പറയുന്നത് ആകാശമാകുന്ന ഗോപുരത്തിൻ്റെ മുറ്റമടിച്ചു വാരാൻ വരുന്ന പ്രഭാതമാകുന്ന കന്യകയുടെ കൈവളകൾ കിലുങ്ങുന്ന ഒച്ചയാണെന്ന്. മനസ്സിലായോ? അപ്പോൾ പ്രഭാതമാകുന്ന കന്യക ആകാശഗോപുരത്ത് വന്ന് വൃത്തിയാക്കൽ തുടങ്ങുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് പ്രഭാതത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാട്ടിത്തുടങ്ങുന്നത് അല്ലേ, വെളിച്ചവും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ആ പ്രഭാത കന്യകയുടെ കയ്യിലെ വളകൾ കിലുങ്ങുന്ന ഒച്ചയാണ് നാം ഇവിടെ കിളികൾ ചിലയ്ക്കുന്നതായി നാം കേൾക്കുന്നത് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതായത് വെളുപ്പാങ്കാലത്ത് നമ്മൾ വെളിച്ചം വീണ് തുടങ്ങുമ്പോഴേ നമ്മൾ പ്രഭാതത്തിൻ്റെ ലക്ഷണങ്ങൾ ഭൂമിയിൽ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കും. അതിലൊരു ലക്ഷണമാണ് ഈ പറഞ്ഞ കിളികളുടെ ചിലയ്ക്കൽ. ഈ കിളികളുടെ ചിലയ്ക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്? കവികൾ അങ്ങനെയാണ്. കവികൾക്ക് വർണ്ണിക്കാൻ ഒരുപാട് വിഭവങ്ങൾ തനിയേ വന്നുകൊള്ളും. കവിയുടെ ഭാവന ഈ വഴിക്കാണ് പോയത്. എന്താണ്? ആകാശമാകുന്ന ഗോപുരത്തിൻ്റെ മുറ്റം തൂത്ത് വൃത്തിയാക്കാൻ വന്ന പെൺകുട്ടിയുടെ കയ്യിലെ വളകൾ കിലുങ്ങുന്നത് നാം ഇവിടെ അറിയുന്നു. എങ്ങനെ അറിയുന്നു? എങ്ങനെയാണ് അറിയുന്നേ? പക്ഷികൾ ചിലയ്ക്കുന്നത് കേൾക്കുമ്പോൾ അറിയുന്നു. ആ ചിലയ്ക്കലാണ് കൈവള കിലുക്കമായി കവി കൽപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ? ചിക്കന്നുണർന്നെഴുന്നേറ്റുഷസ് എന്നവൾ. ഇതിൽ വാക്കുകൾ വിഘടിപ്പിച്ച് തന്നെ പഠിക്കണം കേട്ടോ. നോക്കിക്കോണേ, ചെറുതായിട്ട് വേണേൽ മാർക്ക് ചെയ്ത് വെക്കണം വാക്കുകളെയൊക്കെ. ചിക്കന്ന്, അധികം, ഉണർന്ന്, അധികം, എഴുന്നേറ്റു, അധികം, ഉഷസ്, അധികം, എന്ന, അധികം, അവൾ. അത്രയും വാക്കാണ് ഒറ്റ വരിയിലുള്ളത്. ചിക്കന്ന്, ഉണർന്ന്, എഴുന്നേറ്റ്, ഉഷസ്, എന്ന, അവൾ. ഇപ്പം മനസ്സിലായോ? ഇതേപോലെ വേണം പദ്യം പഠിക്കുമ്പോൾ ഓരോ വരിയിലെയും വാക്കുകൾ എപ്രകാരമാണ് കൂടിച്ചേർന്നിരിക്കുക, ഏതൊക്കെ വാക്കുകളാണ് ആ വരിയിലുള്ളതെന്നൊക്കെ മനസ്സിലാക്കി ആദ്യം തൊട്ട് പഠിച്ചാൽ മുന്നോട്ട് പോകുമ്പോഴും അക്ഷരങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല. ചിക്കന്ന്, ഉണർന്ന്. അപ്പം ചിക്കന്ന്, അധികം, ഉണർന്ന് പിരിച്ചെഴുതിയല്ല, ചിക്കന്ന്, അധികം, ഉണർന്ന്. അതിൽ ചിക്കന്നുണർന്ന് എന്നായി പോകും. അവിടെ ശരിക്കും ഒരു സന്ധിയൊക്കെ ഉണ്ട്. സന്ധി നിങ്ങൾക്കിപ്പം വേണ്ടാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്തായാലും പിരിക്കണം. പിരിച്ചെന്ത് സംഭവിച്ചു എന്ന് നോക്കണം. ചിക്കന്നെന്നുള്ളിടത്ത് ഒരു ചന്ദ്രക്കല ഉണ്ടായിരുന്നു. ചിക്കന്ന്, അധികം, ഉണർന്ന്. അത് പക്ഷേ ഒന്നിച്ചെഴുതിയപ്പോഴേക്കും ചിക്കന്നുണർന്നെന്നായി. അവിടെ ചിക്കന്നെന്നുള്ളതിൻ്റെ ചന്ദ്രക്കല പോയി. അതൊക്കെ നമ്മുടെ ഓരോ സന്ധി നിയമങ്ങളിൽ വരും കേട്ടോ. 8ാം ക്ലാസ് മുതൽ സന്ധി പഠിക്കാനുമുണ്ട്. പതുക്കെ നമുക്കതിലേക്ക് വരാം. ഇപ്പോൾ അത് വേണ്ട. അതുപോലെ ഉണർന്ന്, അധികം, എഴുന്നേറ്റ്. ഉണർന്നെന്നൊക്കെ കിടക്കുന്ന കണ്ടോ എവിടെ വന്ന്? ഉണർന്ന്, അധികം, എഴുന്നേറ്റ്. അതാണ് ഉണർന്നെഴുന്നേറ്റ്. പിന്നെ അതിൻ്റെ കൂടെ ഉഷസ് എന്നവൾ. അതെല്ലാം കൂടി ചേർത്തിട്ട് ഒറ്റ പദമായിട്ടാണ് ആ വരി പോയിരിക്കുന്നത്. ചിക്കന്നുണർന്നെഴുന്നേറ്റുഷസ് എന്നവൾ. ഒരൊറ്റയടിക്ക് പോയിരിക്കുക. ഇടയ്ക്ക് ഒരു ചേർപ്പുമില്ല. കണ്ടല്ലോ അത് എത്ര വാക്കുണ്ട്? എന്ന് ചിക്കന്ന്, ഉണർന്ന്, എഴുന്നേറ്റ്, ഉഷസ്, എന്ന, അവൾ. 6 പദങ്ങളാണ് ഒന്നിച്ച് പോയിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ശുക്രനാം കൈവിളക്ക്. ശുക്രനാം കൈവിളക്ക് എന്ന് പറഞ്ഞാൽ ശുക്രനാകുന്ന കൈവിളക്ക്, ശുക്രനക്ഷത്രമാകുന്ന കൈവിളക്ക്. അപ്പോൾ പ്രഭാതമാകുമ്പോഴേക്കും നമ്മൾ ആകാശത്ത് കാണപ്പെടുന്ന ആ നക്ഷത്രമാണ് ശുക്രനക്ഷത്രം. അതിനെയാണ്
ശുക്രനാം കൈവിളക്ക്. കൈവിളക്ക് എന്ന് പറഞ്ഞാൽ അത് വിഗ്രഹിക്കണം. അർത്ഥം മനസ്സിലാകുമാറ് വാക്കുകളെ വിഘടിപ്പിക്കണം. അതാണ് വിഗ്രഹം എന്ന് പറയുന്നത്. അർത്ഥം മനസ്സിലാകുമാറ് വാക്കുകളെ ഒന്ന് വേർതിരിച്ചെഴുതണം. കൈവിളക്ക് എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിക്കുന്ന വിളക്ക്, അല്ലെങ്കിൽ കയ്യിൽ പിടിക്കാനുള്ള വിളക്ക്. അത് ഏന്തി, ഏന്തുക എന്ന് പറഞ്ഞാൽ എടുക്കുക, ഏന്തി എത്തി, അതും എടുത്തുകൊണ്ട് എത്തി. ആരാ ശുക്രനാം കൈവിളക്കുമേന്തി എത്തിയത്? ഉഷ.